ഹായ്, ഞാൻ ശ്രീലത. കഴിഞ്ഞ വീഡിയോയിൽ ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസ് കട്ട് ചെയ്യുന്ന വിധം കാണിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായ വീഡിയോ ആണിത്. സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. ആദ്യത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടിട്ട് ഇത് കാണൂ. ഇത് ഫ്രണ്ട് പാർട്ടാണ്. ഇത് കട്ട് ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്തിരിക്കുന്ന ഈ ഭാഗങ്ങൾ മെയിൻ ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അത് സൈഡിലാണ് വരേണ്ടത്. എന്നിട്ട് ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുണി വലിച്ചു പിടിക്കുകയൊന്നും ചെയ്യരുത്. താഴെ വരുമ്പോൾ ഇറക്ക വ്യത്യാസമൊക്കെ കാണും. അത് നമുക്ക് കട്ട് ചെയ്ത് റെഡിയാക്കാം. ഇത് ബാക്ക് പാർട്ടാണ്. തുണി കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഡാർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഡാർട്ട് സ്റ്റിച്ച് ചെയ്യണം. അതിനായി ഡാർട്ട് അടയാളപ്പെടുത്താം. ബാക്ക് ഭാഗത്തിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം. അതിനുവേണ്ടി ബാക്ക് പാർട്ട് രണ്ടായിട്ട് മടക്കുക. ഷോൾഡർ, ആം ഹോൾ ഇവയൊക്കെ നേരെയാക്കി ഇടാനായിട്ട് ശ്രദ്ധിക്കണേ. എന്നിട്ട് നമ്മുടെ നഖം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ സെൻറ്റർ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. ഈ സെൻറ്ററിൽ നിന്നും റൈറ്റ് സൈഡിലേക്ക് ഒരു 4 ഇഞ്ച് മാറ്റി ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഈ 4 ഇഞ്ചിൽ നിന്നും മുകളിലേക്ക് ഒരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം താഴെ നമ്മൾ മാർക്ക് ചെയ്ത് 4 ഇഞ്ചില്ലേ, അതിൻ്റെ വലതുഭാഗത്തേക്ക് ഒരു 1/2 ഇഞ്ച് മാറ്റി ഒരു പോയിന്റ് കൊടുക്കുക. അതുപോലെ തന്നെ ഇടതുഭാഗത്തോട്ട് മാറ്റിയും ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 4-ൽ നിന്നും 4.5 ഇഞ്ചിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കുക. അതുപോലെ തന്നെ 4.5 ഇഞ്ചിൽ നിന്നും 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത രണ്ട് ഭാഗങ്ങളിലെ അങ്ങോട്ടേക്കായിട്ടും ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇങ്ങനെ ലൈൻ വരയ്ക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഡാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും നമുക്ക് ഡാർട്ട് മാർക്ക് ചെയ്യാം. സെൻറ്ററിൽ നിന്ന് 4 ഇഞ്ച് മാറ്റി ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തുക. ആ പോയിന്റിൽ നിന്ന് മുകളിലേക്ക് 4.5 ഇഞ്ചിൽ മറ്റൊരു പോയിൻ്റ് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കുക. അതിനുശേഷം താഴെ നമ്മൾ മാർക്ക് ചെയ്ത 4 ഇഞ്ചിൽ നിന്നും 1/2 ഇഞ്ച് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും മാർക്ക് ചെയ്തിട്ട് അതും ഒന്ന് വരച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ടക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ടക്ക് പിടിച്ച് ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ താഴെ ആ 2 1/2 ഇഞ്ച് ഉണ്ടല്ലോ, അത് രണ്ടും ഒരുപോലെ വരത്തക്ക വിധത്തിൽ പിടിച്ചിട്ട് മുകളിലത്തെ ആ പോയിന്റിലും കൂടി പിടിച്ച് വെച്ചിട്ട് അതുപോലെ തയ്ച്ചെടുക്കാം. നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, ഡാർട്ട് രണ്ടും. ഇത് ഫ്രണ്ട് പാർട്ടാണ്. ഫ്രണ്ട് പാർട്ട് സെൻറ്റർ കട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം പ്രിൻസസ് കട്ട് ബ്ലൗസ് ഫ്രണ്ട് ഓപ്പൺ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടായിട്ട് നന്നായിട്ട് മടക്കി ഷോൾഡറും ആം ഹോളും ഒക്കെ ഒന്ന് നേരെ വെച്ച് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ആ സെൻറ്ററിൽ കൂടി നമുക്കതങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് ഓപ്പൺ ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ രണ്ട് ഭാഗത്തിനും ഓരോ പടി വെച്ച് കൊടുക്കണം. ഹുക്ക് വെക്കാനും ഐ വെക്കാനുമാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് 2.5 ഇഞ്ച് വീതിയിൽ ഒരു കട്ട് പീസ് എടുത്ത് ഇതുപോലെ രണ്ടായിട്ട് മടക്കുക. ചീത്ത വശത്തോട്ടാണ് മടക്കി എടുക്കേണ്ടത്. ഈ മുകളിൽ കാണുന്നത് നല്ല വശമാണ്. അപ്പോൾ ഈ നല്ല വശവും ഫ്രണ്ട് ഭാഗത്തിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഈ വെക്കുന്ന കട്ട് പീസിൻ്റെ ഓപ്പൺ വശമാണ് തുണിയോട് ചേർത്ത് വെച്ച് തയ്ക്കേണ്ടത്. തയ്ച്ചതിന് ശേഷം ഇത് മുഴുവൻ ഭാഗവും അകത്തേക്കാക്കി മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടോ, ഇതുപോലെ ഇരിക്കും. ഇനിയിപ്പോൾ ഇത് അകത്താക്കി നമ്മൾ തയ്ച്ചെടുത്താൽ മാത്രം മതി. അവിടെ മുകളിലൊരു സ്റ്റിച്ച് കൊടുക്കാനായിട്ടുള്ളത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഭാഗം, ആ പീസ് തുണി വെച്ച് തയ്ച്ചിരിക്കുന്ന ആ ഭാഗം മൊത്തം അകത്താക്കിയിട്ട്, അതായത് ബോഡി പാർട്ടിൻ്റെ ചീത്ത വശത്തേക്ക് ആക്കി മറിച്ചിട്ട് ചീത്ത വശത്ത് നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി റൈറ്റ് സൈഡിലുള്ള ബോഡി പാർട്ടിൽ 3.5 ഇഞ്ച് വിഡ്ത്തിലുള്ള ഒരു പീസ് തുണി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ബോഡി പാർട്ടിൻ്റെ ചീത്ത വശം എടുത്ത് വെച്ചിട്ട് ആ ചീത്ത വശത്തേക്ക് ഈ പീസ് തുണിയുടെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇതുവഴി സ്റ്റിച്ച് ചെയ്തെടുക്കുക.
ബോഡി പാർട്ടിൻ്റെ ചീത്തവശത്തേക്ക് ഈ പീസ് തുണിയുടെ നല്ല വശം ചേർത്ത് വെച്ച് നമ്മളിത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ തുണി നല്ല വശത്തേക്ക് ഒന്ന് മടക്കി വെച്ച് തയ്ച്ചെടുക്കാം. അത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. അതിനായിട്ട് ബാക്ക് സൈഡാണ് ഈ നിവർത്തിയിട്ടിരിക്കുന്നത്. ബാക്ക് സൈഡിൻ്റെ നല്ല വശത്തേക്ക് ഫ്രണ്ട് സൈഡിൻ്റെ നല്ല വശം ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ആ ഷോൾഡർ തമ്മിൽ ചേർത്ത് വെച്ച് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് വശത്തിൻ്റെയും ഫ്രണ്ട് വശത്തിൻ്റെയും അടിഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിന് പടി വെച്ചെടുത്താൽ മതി. അതിനായിട്ട് 2.5 ഇഞ്ച് വീതിയും ആവശ്യത്തിന് ലെങ്തുമുള്ള കട്ട് പീസ് മുറിച്ചെടുക്കുക. കട്ട് പീസിൻ്റെ ഒരു സൈഡ് ഞാനൊന്ന് മടക്കി അടിച്ചിട്ടുണ്ട്. അതിനുശേഷം ആ കട്ട് പീസിൻ്റെ നല്ല വശവും മെയിൻ ബോഡി പാർട്ടിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് അടിഭാഗത്ത് ചേർത്ത് വെച്ചതിന് ശേഷം അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ചിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതായത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ അടിഭാഗവും ഇതുപോലെ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു 2.5 ഇഞ്ച് വീതിയിലുള്ള ഒരു കട്ട് പീസ് മുറിച്ചെടുക്കുക. അതിനുശേഷം സ്ലീവിൻ്റെ നല്ല ഭാഗവും ഈ കട്ട് പീസിൻ്റെ നല്ല ഭാഗവും നേരെ വെച്ചിട്ട് അടിഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇനിയിപ്പം അകത്തേക്കാക്കി, അതായത് സ്ലീവിൻ്റെ ചീത്തവശത്തേക്കാക്കിയിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ ബോഡി പാർട്ടിന് ചെയ്തില്ലേ അതുപോലെ തന്നെ. അതായത് ഇപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് ആം ഹോള് കുഴിച്ചാണ് വെട്ടിയിരുന്നത്. അപ്പോൾ ആ 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടിയത് ഫ്രണ്ട് ആം ഹോളാണെന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ ഒന്ന് മാർക്ക് ചെയ്തേക്കണം. എന്തെങ്കിലും ഒരടയാളം നമ്മൾ കൊടുത്തേക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ചോക്ക് കൊണ്ട് തന്നെ ഒന്ന് F എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഫ്രണ്ട് വശം ഏതാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം ആ ഫ്രണ്ട് വശം ഫ്രണ്ട് സൈഡിലേക്ക് വരത്തക്ക വിധത്തിൽ സ്ലീവിൻ്റെ സെൻറ്ററും, അതായത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. സെൻറ്റർ നേരത്തെ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സെൻറ്ററും ഷോൾഡറിൻ്റെ സെൻറ്ററും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ സെൻട്രൽ നിന്നും താഴേക്ക് തയ്ച്ചെടുക്കുക. എപ്പോഴും സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ സെൻട്രൽ നിന്നും താഴേക്കാണ് അടിക്കേണ്ടത്, അല്ലാതെ സൈഡിൽ നിന്നും സെൻറ്ററിലേക്ക് അടിക്കരുത്. അപ്പോൾ അങ്ങനെ അടിച്ച് വെച്ച് ഒന്നുകൂടി അടിച്ച് സെൻറ്ററിൽ കൊണ്ടുവന്ന് വെച്ച് വേണം വീണ്ടും അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അങ്ങനെ 2 സ്റ്റിച്ചിങ് എപ്പോഴും നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പം കൊടുക്കണേ. ഇപ്പോൾ ഇവിടെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളിതൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് ജോയിൻ ചെയ്യണം. സ്ലീവ് വിഡ്ത്ത് നമ്മൾ 6 ഇഞ്ചാണ് കൊടുത്തിരുന്നത്. ആ 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. ബാക്കി 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ്. അതുപോലെ തന്നെ അവിടെയും നമ്മൾ 1.5 ഇഞ്ച് ലൂസ് കൊടുത്തിട്ടുണ്ട്. ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ എല്ലാം തന്നെ നമ്മൾ 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ചെസ്റ്റിന് നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 1.5 ഇഞ്ച് ലൂസ് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ താഴെ വേസ്റ്റിൽ നമ്മൾ 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സൈഡിലും നമ്മൾ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യണം. എന്നിട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതായത് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ക്രോസ് പീസ് വെച്ച് കൊടുക്കുക കഴുത്തിന്. അപ്പം ആ കഴുത്തിൽ നല്ല വശവും ക്രോസ് പീസിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ക്രോസ് പീസ് അറ്റാച്ച് ചെയ്തു, ഹെമ്മിങ് ചെയ്തു. വീഡിയോ ഇവിടെ തീരുവാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. ബൈ.